ഇസ്മയിൽ ഒരു പ്രത്യേകമാണ്, പ്രവാസിയുടെ പ്രത്യേകം. 6 വർഷങ്ങളാണ് ഇസ്മയിൽ ഗൾഫിൽ, പേർഷ്യക്കാരൻ എന്നാണ് പറയുക, പണ്ടൊക്കെ പേർഷ്യ എന്നാണ് പറയുക. ഗൾഫിൽ 6 വർഷം ജോലി ചെയ്തു. ആദ്യം 2 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നു, വീണ്ടും മടങ്ങിപ്പോയി. 4 വർഷങ്ങൾ തുടർച്ചയായി നാട്ടിൽ വരാതെ ജോലി ചെയ്ത് 17 ലക്ഷം രൂപ സമ്പാദിച്ച് 17 ലക്ഷം രൂപ സേവ് ചെയ്ത് തൻ്റെ എല്ലാമായ പ്രാണപ്രിയയായ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ 17 ലക്ഷം രൂപയായപ്പോഴേക്കും ഇസ്മയിൽ തോന്നി, ഓക്കെ 17 ലക്ഷം രൂപയായി, ഇനി വേണ്ട, ഇനി തൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് നാട്ടിൽ ഒരുമിച്ച് കഴിയാം, വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് താമസിക്കാമെന്നാണ് ഇസ്മയിൽ കരുതിയത്. ഇസ്മയിലിന് ബാപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇസ്മയിൽ വളരെയേറെ പ്രത്യാശയോട് കൂടിയിട്ടാണ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പ്രവാസിയായിട്ട് പോയത്. നമ്മൾ ഈ പ്രവാസികൾക്കൊരു കാര്യമുണ്ട്, അവർ നാട്ടിൽ വലിയ പണിയൊന്നും ചെയ്യില്ല, പക്ഷേ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്. കാരണം അവരുടെ ഓരോ നിമിഷവും അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഉപ്പായുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ, ഉമ്മയുടെ, സഹോദരൻ്റെ, സഹോദരിയുടെ, കുട്ടികളുടെ ഭാര്യയുടെ, അങ്ങനെ കുടുംബക്കാരുടെ ഓരോരുത്തരുടെയും മുഖമുള്ളിലേക്ക് വരുമ്പോഴേക്കും എന്ത് ജോലിയും ചെയ്യാനായിട്ട് തയ്യാറാകും. സാധാരണ ജോലിക്ക് ശേഷം കാറ് കഴുകും, അല്ലെങ്കിൽ ക്ലീനിങ് ജോബ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എക്സ്ട്രാ പൈസ ആഡ് ചെയ്ത് എക്സ്ട്രാ പൈസ സമ്പാദിക്കുക, അത് വീട്ടിലേക്ക് അയക്കുക, ഒരു കൂര വെക്കുക, കുഞ്ഞുങ്ങളുമായിട്ട് ഭാര്യയുമായിട്ട് സ്വസ്ഥമായി സമാധാനമായിട്ട് കഴിയണമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാ പ്രവാസികളെയും പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് ഇസ്മയിൽ ഗൾഫിലേക്ക് പോയത്. ആദ്യം നാട്ടിൽ വന്നു. ഉപ്പയ്ക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അനിയന് വണ്ടി വേണം, അനിയത്തിക്ക് വീട് വയ്ക്കാനുള്ള പണം വേണം, ഉമ്മയ്ക്ക് ആഭരണങ്ങൾ വേണം. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തന്നാൽ കഴിയുന്ന പോലെ തന്നെ എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഇസ്മയിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഗൾഫിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ ഭാര്യ പറഞ്ഞത്, നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെയൊന്നും നിങ്ങൾ നേരത്തെ പോലെ ചെയ്താൽ ശരിയാകത്തില്ല, നിങ്ങൾ പൈസ എൻ്റെ പേരിലേക്ക് അയക്കണം, എൻ്റെ പേരിലേക്ക് മാത്രമേ അയക്കാവുള്ളൂ, ഞാൻ ആ പൈസ കൂട്ടി വെക്കാം, നമുക്ക് ചെറിയ കൂര ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ നിന്ന് മാറണം, നിങ്ങളുടെ അനിയനൊക്കെ ഉണ്ടല്ലോ, അവർ ഇക്കാക്കയൊക്കെ ഉണ്ട്, അവരുടെ കൂടെ എത്ര നാൾ ഇങ്ങനെ കഴിയും, അങ്ങനെ പറഞ്ഞ് ഇസ്മയിൽ ഭാര്യയെ വിശ്വസിച്ചു. അപ്പോൾ ഭാര്യയുടെ പേരിൽ പൈസ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക, വീട്ടുകാർക്ക് ചെറിയ നീരസവും ഈർഷ്യമൊക്കെ ഉണ്ടാകും. അവർ തൻ്റെ ഇസ്മയിലിൽ നിന്ന് ചെറിയ തോതിലങ്ങ് അകന്നു തുടങ്ങും. ഇസ്മയിൽ പക്ഷേ അത് കാര്യമാക്കില്ല. തൻ്റെ പ്രാണപ്രിയയായ എല്ലാമായിട്ടുള്ള തൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അങ്ങനെ കോഴിക്കോടുകാരനായ ഇസ്മയിൽ തൻ്റെ സകല സമ്പാദ്യവും ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തതിന് ശേഷം നാട്ടിലേക്ക് വന്നപ്പോഴേക്കും ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല 17 ലക്ഷം രൂപയുമായിട്ട് തൻ്റെ ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി. പല പ്രവാസികൾക്കും ഇത് ഒരു ഇസ്മയിലിൻ്റെ മാത്രം കഥയല്ല, ഈ കഥയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണാനായിട്ട്